പരിസ്ഥിതി ദിനത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്ററാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. പിന്നെ ഞാനിവിടെ 3 കളറ് സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്ലൂവും പിന്നെ അതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് 2 എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തിരിക്കുന്ന ഷീറ്റിൻ്റെ 4 കോർണറുകളിലായിട്ട് എവിടെയൊക്കെയാണോ നമുക്ക് ആ ഒരു ഷെയ്ഡിങ് ബാക്ക്ഗ്രൗണ്ടിൽ ആവശ്യമുള്ളത് ആ ഒരു ഏരിയയിൽ ചുമ്മാ അടിച്ചു കൊടുത്താൽ മതി. അത് സ്പ്രെഡ് ആവാനുള്ളതാണ്. അതുകൊണ്ട് വളരെ കട്ടിയായിട്ട് ഫില്ല് ചെയ്തിട്ടൊന്നും നമ്മൾ അതിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അതിൽ ലൈറ്റ് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡ് അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് എൻ്റെ കയ്യിലുള്ള ഏറ്റവും ഡാർക്കായിട്ടുള്ള ബ്ലൂ എടുത്തിട്ട് ഇതിൻ്റെ കോർണറുകളിൽ മാത്രമാണ് ഞാൻ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ കളറ് കുറച്ച് സ്പ്രെഡ് ആകുന്ന പോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന പേപ്പറിലേക്ക് എത്തിക്കുകയാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്പ്രേ എടുത്തിട്ട് കുറച്ച് വെള്ളം നമ്മൾ ആ പേപ്പറിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കൈകൊണ്ടൊന്ന് തുടച്ച് കളയുക, എക്സ്ട്രാ ഉള്ള വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ആ പ്ലാസ്റ്റിക് ഷീറ്റിലും കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ട് ആ ഷീറ്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ പതിയെ വെച്ച് കൊടുക്കുകയാണ്. 4 കോർണറുകളിൽ നമ്മൾ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്താൽ തന്നെ നമ്മൾ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ കളറും മിക്സായി വരുന്നത് കാണാൻ പറ്റും. നമ്മൾ ഈ എടുത്തിരിക്കുന്ന പേപ്പറിൻ്റെ കോർണറിൽ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കുറച്ചൊന്ന് പൊക്കിയിട്ട് ആ ഭാഗത്ത് മാത്രം ആ ഷീറ്റിൽ കുറച്ചൊരു കളർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ നമ്മൾ തിരിച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ ആ 4 ഷെയ്ഡിലും കുറച്ചും കൂടി നമുക്ക് ഡാർക്ക് ഷെയ്ഡ് കിട്ടും. ഇനി കുറച്ച് നേരം അത് ഉണങ്ങാൻ വേണ്ടി നമ്മൾ എടുത്ത് വയ്ക്കുക. ഞാനൊരു ഡ്രയർ വെച്ചിട്ടാണ് ആ ഫുൾ ഷീറ്റ് ഉണക്കിയെടുത്തിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പോസ്റ്ററിലേക്കുള്ള ചിത്രങ്ങളാണ് വരച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു വള എടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ ചുറ്റുമായിട്ട് ചെറിയ ചെറിയ മരങ്ങളാണ് നമ്മൾ വരയ്ക്കുന്നത്. ചെറിയ ചെറിയ മരങ്ങളല്ല, വലിയ വലിയ മരങ്ങൾ. അത് കുറച്ച് ചെറുതാക്കിയിട്ടാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഭൂമിയുടെ ചുറ്റും നിറയെ ഇങ്ങനെ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഫോമിലാണ് വരച്ചു കൊടുക്കുന്നത്. ഞാനിതിൽ വരച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഷേപ്പുകളാണ്. അത് വരച്ച് പെട്ടെന്ന് തീരും. അതല്ല, നിങ്ങൾക്ക് സ്വന്തമായി വരയ്ക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി വേറെ എന്തെങ്കിലും ഷേപ്പുകളും വരച്ചോളൂ. അങ്ങനെ നമ്മൾ ആ ചെറിയ ചെറിയ മരങ്ങൾ വരച്ചിട്ട് ആ എടുത്തിരിക്കുന്ന ഭൂമിയുടെ ചുറ്റും നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ വരച്ചെടുത്തിരിക്കുന്ന മരങ്ങൾക്കെല്ലാം നമ്മൾ എന്തെങ്കിലും ഒരു ഷെയ്ഡ് കൊടുത്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിതിൽ കുറച്ച് മരങ്ങൾക്ക് ഒരു യെല്ലോയും ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രഷ് പെന്നാണ്. അപ്പോൾ ചെറിയൊരു വെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കളറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ സ്കെച്ച് പെന്നോ ക്രയോൺസോ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഡബിൾ കളറോ സിംഗിൾ കളർ യൂസ് ചെയ്ത് ഫില്ല് ചെയ്താലും കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ സെലക്റ്റീവായിട്ട് കുറച്ച് മരങ്ങൾക്ക് ഒരു യെല്ലോയും ഗ്രീനും കൊടുക്കുന്നുണ്ട്. ബാക്കി മരങ്ങൾക്ക് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടിയിട്ടാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ വരച്ചിരിക്കുന്ന മരത്തിൻ്റെ താഴെ ഭാഗത്ത് മുഴുവൻ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഭൂമി വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ ആ ഒരു കരഭാഗം മാത്രം ചെറിയൊരു സെപ്പറേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ കടലിൻ്റെ ഭാഗം മുഴുവൻ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും അതുപോലെ കരഭാഗം ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിൽ വെള്ളം കാണിക്കുന്ന ഭാഗം മുഴുവനായിട്ട് നല്ല ഡാർക്ക് ബ്ലൂ ഒന്നും ചെയ്യുന്നില്ല. ഒരു ലൈറ്റ് ബ്ലൂ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഷെയ്ഡിങ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കരഭാഗങ്ങളാണ്. കരഭാഗത്ത് ഒരു ലൈറ്റ് ഗ്രീൻ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എഡ്ജുകളിലോ മറ്റോ ആയിട്ട് കുറച്ച് ഡാർക്ക് ഗ്രീനും കൂടെ കൊടുത്താൽ കാണാൻ ഭംഗിയുണ്ടാവും. ഇനി അടുത്തത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ലൈനുകൾ തന്നെ കുറച്ചും കൂടെ നന്നായി കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒരു എക്സ്ട്രാ ലൈൻ കൂടെ കുറച്ച് കുത്തും കോമയും ഒക്കെ ഇട്ട് കൊടുത്ത് കാണുമ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ഭൂമി കാണാൻ നല്ല സുന്ദരി ഭൂമിയാവും. ഇതുപോലെ തന്നെ നമ്മൾ മരങ്ങളുടെ സൈഡിലും മേലെയൊക്കെ കുറച്ച് ലൈൻസും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പോസ്റ്റർ കംപ്ലീറ്റ് ആയി. ഇത് A4 ഷീറ്റിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചാർട്ട് പേപ്പറിൽ കുറച്ച് വലുതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു സെൻറ്റൻസും കൂടെ ആഡ് ചെയ്താൽ ഇത് കാണാൻ നല്ല അടിപൊളിയായി. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.